റിയാസ് ഭായ് 10 ലക്ഷം രൂപ ലാഭം കിട്ടി. അതിന്റെ വകയിൽ നിങ്ങൾക്ക് ഇന്ന് ഞാനൊരു ലഞ്ച് ഓഫർ ചെയ്യും. ഇതെവിടെ നിനക്ക് 10 ലക്ഷം രൂപ ലാഭം? ഒന്നും പറയണ്ട, ഞാൻ 2019 നാട്ടില് സെന്റിന് ഒരു 19 ലക്ഷം രൂപ വെച്ചൊരു 5 സെന്റ് പ്ലോട്ട് വാങ്ങിച്ചില്ലേ, അത് ഞാൻ ഇന്ന് 2025 ആയപ്പോഴേ സെന്റിനാണെങ്കിൽ 2 ലക്ഷം രൂപ ലാഭം വെച്ച് 21 ലക്ഷം രൂപ പെർ സെന്റിന് കൊടുത്ത് അങ്ങനെ ഒരു 10 ലക്ഷം രൂപ എന്റെ കയ്യിൽ വന്നു. നില്ല നീ 2019 വാങ്ങിയത് 2025 വിറ്റപ്പോ 2 ലക്ഷം രൂപ ഓരോ സെന്റ് ലാഭം കിട്ടിയത്. സത്യത്തിൽ 2.5 ലക്ഷം രൂപ നിനക്ക് നഷ്ടമാണ് ഓരോ സെന്റ്. എന്ത് മണ്ടത്തരങ്ങൾ പറയാം. നീ വെയിറ്റ് ചെയ്യും, ഞാൻ പറയണകള് 1 ലക്ഷം ദിർഹംസ് നീ നാട്ടിൽ 2019 അയക്കുമ്പോൾ നിനക്ക് എത്ര രൂപ ഇന്ത്യൻ റുപ്പീസ് കിട്ടും? 19 രൂപ, അതായത് 19 ലക്ഷം. അതെ. അതേ സമയത്ത് ഇന്ന് നീ 1 ലക്ഷം ദിർഹംസ് നാട്ടിലോട്ട് അയച്ചാൽ നിനക്ക് കിട്ടുന്നത് 23,70,000 രൂപ. അതിശരിയാണല്ലോ, ഇപ്പൊ റേറ്റ് കൂടുതലല്ലോ 23. 4,70,000 രൂപ രൂപയിലെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതായത് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ സാധനം നാട്ടിലുണ്ട്. ഇത് കൂടാണ്ട് ഇത് ഞാൻ വിൽക്കാൻ എന്ത് കഷ്ടപ്പെട്ടെന്നറിയോ? ബ്രോക്കർ ഫീസ്, പിന്നെ അല്ലാത്ത ടാക്സ്, എഴുത്തുകൂലി, മറ്റേത് മറിച്ചത്, എന്നിട്ട് ലാഭത്തിന് വിറ്റല്ലോ സന്തോഷിച്ചിരുന്ന ഞാനാ. നീ നഷ്ടത്തിലാണ് വിറ്റേക്കുന്നത്. എടാ ഇത് സത്യത്തിൽ അറിഞ്ഞാത്തോണ്ടാണ് അന്നേ നിന്റെ അടുത്ത് പറഞ്ഞു ദുബായ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നീ അവിടെ മണ്ടത്തരമായല്ലോ. ലഞ്ച് ക്യാൻസൽ, പഴംപൊരിയും ചായ വാങ്ങിച്ചു. നിനക്ക് ദുബായ് ആയതുകൊണ്ട് പഴംപൊരിയിൽ മാറ്റി തരാൻ പറ്റില്ല. നാട്ടിലാണെങ്കിൽ നീ അതിനും ടാക്സ്. അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ പുല്ല്.